എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. ഇന്ന് നമ്മളെ ഒരുപാട് യുവതലമുറ പലരും കുട്ടികളും ഫാമിലീസും ഒക്കെ ഒരുപാട് സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണെന്ന് പലരോടും സംസാരിക്കാൻ മനസ്സിലാവും. ജോലി ഉള്ളവരുടെ ജോലി നഷ്ടപ്പെടുന്നു, ശാരീരികമായ രോഗങ്ങൾ വലയുന്നവരുണ്ട്, ഫാമിലിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ആർക്കും പരസ്പരം ആരോടും നന്ദിയോ കടപ്പാടോ സ്നേഹമോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക ഒരു രീതിയിൽ കൂടാണ് നമ്മൾ സമൂഹം കടന്നു പോകുന്നത്. അപ്പം എല്ലാവരും ഹോപ്പ്ലെസ്സാണ്. അത് മുന്നോട്ട് എങ്ങനെ ജീവിതം നയിച്ചുകൊണ്ട് പോകും, മുന്നിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നൊന്നും ചിന്തിക്കാതെ പലരും ഒരുപാട് മനുഷ്യന്മാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ചിലർ മാനസികമായിട്ട് സൂയിസൈഡ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്ത ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനസമൂഹമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ ബൈബിൾ കഥയിലെ ഒരു ചരിത്ര സംഭവം, നമ്മളെ മോസസ് ഫിറോനിൽ നിന്നും ഇസ്രായേൽ മക്കളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചെങ്കടൽ കടന്ന് മറുകര എത്തേണ്ടതിൻ്റെ ആവശ്യതയുണ്ട്. അപ്പോൾ കടലിൻ്റെ അരികെ എത്തിക്കഴിയുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കും, ഈ ജനത്തെ എങ്ങനെ അക്കരെ കടത്തും എന്ന് ചോദിക്കുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് മോശയോട്. നിൻ്റെ കയ്യിൽ എന്താണ്? നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് സമുദ്രത്തിനെ അടിക്കുക എന്ന് പറയുന്നു. അങ്ങനെ മോശ തൻ്റെ വടിയെടുത്ത് വെള്ളത്തെ അടിക്കുമ്പോൾ വെള്ളം രണ്ടു സ്ഥലത്തേക്ക് മാറി ഈ ജനസമൂഹം കടൽ കടന്ന് അക്കരെ എത്തുന്നതായിട്ടാണ് നമ്മൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് ഈ വടി? അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫാമിലിയെ, നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശയിലായി ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവം നമുക്ക് വഴികൾ നമുക്ക് മുന്നിൽ തരുവല്ല, നമ്മളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വടിയെന്ന് പറയുന്നത് നമ്മുടെ അറിവുകൾ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ പഠിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, നമ്മൾ നേടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ വടികളാണ്. അപ്പോൾ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന കഴിവിനെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കഴിവിനെ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകാൻ വേണ്ടി പ്രശ്നങ്ങളെ നമ്മൾ നമ്മുടെ അറിവുകൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മളെ അടിക്കുക. അന്നേരം നമ്മുടെ മുന്നിലുള്ള ഈ ചെങ്കടൽ, ഈ പ്രശ്നമെന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് രണ്ടായിട്ട് പിളർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ദൈവം തന്നിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു വടിയുണ്ട്. അത് നിങ്ങളുടെ കഴിവാണ്. ആ കഴിവിനെ നമ്മൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രശ്നങ്ങളെ അടിച്ച് രണ്ടായിട്ട് പിളർന്നുകൊണ്ട് നമ്മളെ അനേകരെ നമ്മളെ പ്രശ്നങ്ങൾക്ക് മറുകരയെത്താൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും കഴിവുണ്ട്. ആരും സൂയിസൈഡിനെ പറ്റിയോ അല്ലെങ്കിൽ എന്നെ എന്തിനാണെങ്കിൽ സൃഷ്ടിച്ചെന്ന് ചിന്തിക്കാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ല ദൈവത്തോട് സംസാരിക്കുക. ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ
നമ്മളെ മെഡിറ്റേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ കഴിവ് എന്തൊക്കെയാണെന്ന് ദൈവം നമുക്ക് കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ ഓപ്പണാക്കി തരും. അപ്പോൾ അതിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രത്യാശയോടെ ആ ദിവ്യമായ ദൈവസ്നേഹത്തിൽ മുന്നോട്ട് ജീവിച്ച് എല്ലാവരും ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മാറും. സന്തോഷമായിട്ടുള്ളൊരു നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. ദൈവത്തോടൊപ്പം മുന്നോട്ട് യാത്ര ചെയ്യുക. താങ്ക് യു.